ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പം കേരള ബോക്സ് ഓഫീസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളുടെയും കേരള കളക്ഷനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ആ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അല്ല, കേരളത്തിൽ നിന്ന് മാത്രമുള്ള കളക്ഷൻ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ 2ൻ്റെ കളക്ഷൻ അറിയാനായിരിക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ വാഴ 2 ഇറങ്ങിയിട്ട് ഇപ്പോൾ 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 18 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും 111,15,00,000 രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഗ്രോസ് കളക്ഷനാണ്. ഇതൊരു വലിയ റെക്കോർഡ് തന്നെയാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും വേഗതയിൽ 110 കോടി കളക്ട് ചെയ്യുന്ന സിനിമയായി വാഴ 2 ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ കേരളത്തിലെ ഇൻഡസ്ട്രീറ്റ് ആയിട്ടുള്ള ലോകയുടെ ഫൈനൽ കളക്ഷൻ 121,90,00,000 അതായത് ഏകദേശം ഒരു 10.25 കോടിയും കൂടെ കിട്ടിക്കഴിയുമ്പോൾ വാഴ 2 ഇൻഡസ്ട്രീറ്റ് അടിച്ച് ലോകനെ മറികടക്കുന്നതാണ്. അപ്പം അതിനി ഒരാഴ്ച 1.5 സമയത്തിനുള്ളിൽ തന്നെ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഉള്ളത് ജയസൂര്യയുടെ ആട് 3 എന്ന് പറഞ്ഞ സിനിമയാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ റണ്ണെല്ലാം അവസാനിച്ചിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഫൈനൽ കളക്ഷൻ എന്ന് പറയാവുന്ന രീതിയിൽ വന്നിരിക്കുന്നത് 53,30,00,000 രൂപയാണ്. അതിനുശേഷം ഇപ്പം ബ്ലോക്ക് ബസ്റ്ററായിട്ട് പതിയെ കത്തിക്കയറി വന്നുകൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ സൈജു കുറുപ്പിൻ്റെ ഭരതനാട്യം എന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങിയ സിനിമയുടെ 2ാം ഭാഗമായിട്ട് വന്ന സിനിമയാണ്. അപ്പോൾ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 10 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 12,09,00,000 രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ കളക്ഷൻ തന്നെയാണ്. വളരെ ലിമിറ്റഡ് റിലീസ് മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ കൂടുതൽ സ്ക്രീനുകൾ കിട്ടി ഇതൊരു വലിയ ബോക്സ് ഓഫീസ് ഹിറ്റാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിനുശേഷം വിഷു ദിനത്തിലിറങ്ങിയ ടൊവിനോ തോമസിൻ്റെ പള്ളിച്ചട്ടമ്പിയാണ്. പള്ളിച്ചട്ടമ്പി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം പള്ളിച്ചട്ടമ്പിയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഏകദേശം 8,45,00,000 രൂപയാണ്. ഇത് വളരെ ചെറിയൊരു കളക്ഷനാണ്. കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് വളരെ ഒരു കുറഞ്ഞ കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെ കളക്ഷൻ കിട്ടും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് ഹിറ്റാവുമോ ഫ്ലോപ്പ് ആവുമോ എന്നുള്ള കാര്യം. പിന്നീട് കേരള ബോക്സ് ഓഫീസിൽ ഒരു മാസത്തിലേറെയായി ഓടിക്കൊണ്ടിരിക്കുന്ന ദുരന്തറാണ്. ദുരന്തർ 2 ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം 32 ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഇതുവരെ 19,13,00,000 രൂപയാണ് ദുരന്തർ 2ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദുരന്തർ 2 ഇവിടെ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിലെ ഇതുവരെയുള്ള കളക്ഷൻ. ഇതിനിടയ്ക്ക് കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു. കേരളത്തിൽ നിന്ന് ഏകദേശം 2.25 കോടിക്ക് മുകളിലാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു ഫ്ലോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഡെയിലി കളക്ഷൻ അപ്ഡേറ്റും മറ്റ് വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.